ഇതൊക്കെ എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാർക്കും സഹിക്കില്ല, ദഹിക്കില്ല. പിന്നെ പറയേണ്ടത് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ അല്ലെ. കന്നുകാലികളെ പരിപാലിച്ച് അവയെ വിറ്റും അവയുടെ മാംസം വിറ്റും അവയുടെ തോല് വിറ്റും ഒക്കെ ഉപജീവനം കഴിക്കുന്ന നിരവധി കർഷകരുണ്ട് നമ്മുടെ സമൂഹത്തിൽ. വിവിധ മതങ്ങളിൽപ്പെട്ടവർ, വിവിധ ജാതികളിൽപ്പെട്ടവർ, ഹൈന്ദവ സംസ്കാരത്തിൽ വിശ്വസിക്കുന്നവരടക്കം അങ്ങനെയുണ്ട്. ഗോവധ നിരോധനം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഞാൻ അറിയുന്ന, ആവർത്തിച്ച് പറയട്ടെ, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു വേദങ്ങളും പുരാണങ്ങളും ഇതിഹാസങ്ങളും ഈ എന്താണ് ഗോമാംസം കഴിക്കരുത് എന്ന് പറയുന്നില്ല. ബൃഹദാരണ്യകോപനിഷത്തിൽ പറയുന്നത് ഒരു ഭാഗം, നിങ്ങൾക്ക് ആരോഗ്യവാനും സൗന്ദര്യമുള്ളവനുമായ ഉത്തമ പുത്രനെ ലഭിക്കാൻ ദമ്പതിമാരോട് പറയുന്നത് ഗോമാംസം സേവിക്കൂ എന്നാണ്. ആ നിലയിൽ നിന്ന് ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു? ഞാൻ പറയുന്നത് ഇത് അറിയാത്തവർ മാത്രമല്ല ഇത് പ്രചരിപ്പിക്കുന്നത്, ബോധപൂർവവുമുണ്ട്, അജ്ഞത കൊണ്ടുമുണ്ട്. അങ്ങനെ ലോകത്തെ ഇരുട്ടിലാക്കി മാറ്റാൻ ശ്രമിക്കുകയാണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്.